വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒരു SCRT ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൻ്റെ ദേശീയ വരുമാനം. ചാപ്റ്ററിൻ്റെ പേരാണ് ദേശീയ വരുമാനം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വരുമാനത്തെക്കുറിച്ചും വരുമാന സ്രോതസ്സുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ദേശീയ വരുമാനത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അത് പറഞ്ഞേക്കുന്നതാണ്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് എന്തെന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം. അപ്പോൾ അതേപോലെ ഒരു രാജ്യത്തിന്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് എന്തെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ദേശീയ വരുമാനം, അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഏതൊക്കെയാണ്? കാർഷിക മേഖല, സേവന മേഖല, വ്യവസായ മേഖല. ഈ 3 മേഖലകളിൽ നിന്നുമുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കുന്നു. അതായത് ഈ കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിൽ നിന്നും സേവന മേഖലയിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വരുമാനം കൂട്ടിയെടുത്താലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് ദേശീയ വരുമാനം ലഭിക്കുന്നത്. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. ഇത് പണത്തിലാണ് കണക്കാക്കേണ്ടത് കേട്ടോ. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം. എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനുമാണ് ദേശീയ വരുമാനം സഹായിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനും അതോടൊപ്പം ആ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനും ആയിട്ടാണ് എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം സഹായിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് രാജ്യങ്ങളും അവരുടെ ദേശീയ വരുമാനം വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. USA, ചൈന, ജപ്പാൻ, ജർമ്മനി, അങ്ങനെ ഇന്ത്യ, ഇറ്റലി, ബ്രസീൽ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2013, 2014, 2015 ഈ 3 വർഷത്തിലെ ദേശീയ വരുമാനമാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം എല്ലാ രാജ്യങ്ങളും എന്താണ് കൂടി ദേശീയ വരുമാനം കൂടിയാണല്ലോ വന്നത് അല്ലേ? ഓക്കെ, എന്നാൽ ചില രാജ്യം എന്താണ് ജപ്പാൻ നോക്കിക്കേ, ദേശീയ വരുമാനം 2013 4919 ആയിരുന്നു. പിന്നെ അത് 4602 ആയി 2014 ആയപ്പോൾ. 2015 ആയപ്പോൾ 4116. ചില രാജ്യങ്ങൾ എന്താണ് കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥിതി നോക്കിക്കേ, 1875.20 ആയിരുന്നു 2013. 2014 ആയപ്പം 2051.20 ആയി. ഇനി 2015 ആയപ്പോൾ എന്താണ് 2182.60 കൂടുകയാണല്ലേ ചെയ്തത്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നു. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നു. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കാനും. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്താൻ. ഇതൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന മറ്റു മാർഗങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ വരുമാനത്തിന് ചില പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം. ദേശീയ വരുമാനം ഏതെന്നും അത് കണക്കാക്കേണ്ടതിന് ആവശ്യകത എന്തെന്നും മനസ്സിലാക്കാം. ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ പരിചയപ്പെടാം. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ GNP, മൊത്ത ദേശീയ ഉൽപ്പന്നം, അറ്റ ദേശീയ ഉൽപ്പന്നം, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ശ്രദ്ധിച്ചത് പഠിക്കാം. ഓക്കെ, ആദ്യത്തെയാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP എന്നും പറയും. GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം. നമുക്ക് നോക്കാം. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിന്റെ ഒരു പ്രധാന ആശയമാണ്. ദേശീയ വരുമാനത്തിന്റെ ഒരു പ്രധാന ആശയമാണ് എന്ന് പറയുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത് GNP അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം അല്ലെ. നമുക്ക് ഉപയോഗപ്രദമാകാൻ, അത് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഘട്ടം എത്തിയാലാണ് അതിനെ നമുക്കൊന്ന് പറയാം അന്തിമ
ഉൽപ്പന്നം അഥവാ ഫൈനൽ ഗുഡ്സ് എന്ന് പറയാനായിട്ട് വരും. ഉദാഹരണമാണ് തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നു. അത് ഷർട്ട് ആയാലല്ലേ നമുക്ക് ഉപയോഗം, അല്ലാണ്ട് തുണിയും നൂലും ബട്ടൺസും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഷർട്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നു. ഇവിടെ ഉപഭോഗത്തിനായുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. ആ ഷർട്ടാണ് എന്തെന്ന് പറയുന്നത്? അന്തിമ ഉൽപ്പന്നമായിട്ട് നമ്മൾ പറയുന്നത്. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ്, ആ ഷർട്ടിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ പണമൂല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകളിൽ നൽകിയ ഉദാഹരണത്തിൽ ഷർട്ടിന്റെ മൂല്യത്തിൽ ബട്ടൺസ്, തുണി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യം ഉൾപ്പെട്ടു അല്ലെ. ബട്ടൺസിന്റെ വിലയും നൂലിന്റെ വിലയും ആ തുണിയുടെ വിലയും എല്ലാം കൂടെ ചേർത്ത് അത് ഷർട്ടായി വരുന്ന ആ ഒരു എല്ലാം കഴിഞ്ഞ് ഷർട്ടായിട്ട് കിട്ടുന്നിടം വരെയുള്ള എന്താണ് പണം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ. അത് കൊടുത്താണ് നമ്മൾ ഓരോരുത്തരും ഓരോ സാധനങ്ങളും വാങ്ങുന്നത് അല്ലേ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അഥവാ മണി വാല്യൂ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അതായത് GNP എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെങ്ങനെ ചേരുമ്പടി ചേർക്കാനൊക്കെ വരാറുണ്ട്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് എന്തെന്ന് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. GNP ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് ആണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് തൊട്ട് എന്ന് വരെയാ എന്ന് പറഞ്ഞേ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം. ജനുവരി 1 to ഡിസംബർ അല്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏപ്രിൽ 1 മുതലാണ് നമ്മുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ, തൊട്ട് മുന്നത്തെ ദിവസം മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്ത് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു മെയിൻ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മൊത്ത ദേശീയ ഉൽപ്പന്നമായിരുന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോണ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിന്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങൾ അന്തിമ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈനൽ ഗുഡ്സിനെ ആയിരുന്നു നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ, GNP. പക്ഷെ GDPയിലോട്ട് വരുമ്പോൾ എന്താണ്? ആഭ്യന്തര അതിർത്തിയാണ്. ഓക്കെ, ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞല്ലേ ആഭ്യന്തര അതിർത്തി എന്ന് പറഞ്ഞു. അപ്പം അതിർത്തി കടന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആവില്ലേ. അപ്പം അവിടെ നിന്നുള്ള വരുമാനം ഒന്നും എന്താണ് GDPയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരു ഇന്ത്യൻ സ്ഥാപനം എന്താണ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. സ്ഥാപനത്തിന്റെ ലാഭം അമേരിക്ക GDPയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GNPയിലാണ് ഉൾപ്പെടുത്തുക. നമ്മളെവിടെയാ? ഫൈനൽ ഗുഡ്സ്, അതായത് GNPയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. പക്ഷെ അമേരിക്കക്കാരെന്താ? അവരുടെ GDPയിലാണ് അത് ഉൾപ്പെടുത്തുന്നത്. അവരുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലാണ് അത് ഉൾപ്പെടുത്തുക. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ എന്താണ്? നമ്മളത് GNPയിലാണ് ഉൾപ്പെടുത്തുക. കാരണം നമ്മുടെ GDP എന്ന് പറഞ്ഞാൽ ആഭ്യന്തര അതിർത്തിയാണ്. അതിർത്തി കടന്ന് അതിനുള്ളിൽ, അതായത് അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ GDP എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ത്യയിലെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനം ഒഴിവാക്കുന്നു. അതായത് മറ്റ് രാജ്യക്കാരുടെ ഒന്നും വരുമാനം എന്താണ് നമ്മുടെ GDPയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലും ഉള്ളത് മാത്രമാണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ GDPയിൽ ഉൾപ്പെടുത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. കുറച്ച് പാടാണ് ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ എന്നാലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക ചെയ്താലാണ് നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP എന്ന് പറയും. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നം. ഓക്കെ, നിങ്ങൾ ഈ വർഷം ഒരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ച് അടുത്ത വർഷം വിറ്റാൽ അതിന് വാങ്ങിയ വില തന്നെ ലഭിക്കും? ഒരിക്കലും ഇല്ല അല്ലേ, നമുക്കറിയാം അല്ലേ.
അതുപോലെ യന്ത്രസാമഗ്രികളും മറ്റു സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെയാണ് തേയ്മാന ചെലവ് അഥവാ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ എന്താണ് തേയ്മാന ചെലവും അതിൽ ഉൾപ്പെടുത്താറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP, നമ്മൾ ആദ്യം പഠിച്ചല്ലേ GNP, അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യം, അതിൽ നിന്ന് എന്താണ് തേയ്മാന ചെലവ് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. നമ്മൾ പറഞ്ഞു അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്തെന്ന് പറയുന്നത് GNP എന്ന് നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് എന്താണ് തേയ്മാന ചെലവ് ഡിപ്രീസിയേഷൻ ചാർജ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ അതിൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് NNP അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ചാർജ് അഥവാ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ GNP അതിൽ നടുക്ക് N ഉണ്ടല്ലോ, അപ്പം ഇപ്പുറത്തും N ഉണ്ടെന്ന് ഓർക്കുക. NNPയുടെ നടുക്കും N ഉണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ GDPയുടെ കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് വെച്ചൊന്ന് കണക്ട് ചെയ്യുക. GNPയിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് NNP ആണ് കിട്ടുന്നത്. ആ നടുക്കത്തെ N-ഉം സെയിം ആണ്. ഓക്കെ, സാങ്കേതികമായ അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP ആണ് എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ താഴെ നൽകിയിട്ടുണ്ട്. അറ്റ ദേശീയ ഉൽപ്പന്നം = എന്താണ് GNP മൈനസ് ഡിപ്രീസിയേഷൻ ചാർജ് അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP = മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ് GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ചാർജ് കുറയ്ക്കുന്നതാണ്. ഓക്കെ, അടുത്തതാണ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം. പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തെ അഥവാ നാഷണൽ ഇൻകത്തെ എന്താണ് രാജ്യത്തിലുള്ള മൊത്തം പോപ്പുലേഷനെ കൊണ്ട് ഹരിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? പ്രതിശീർഷ വരുമാനം ലഭിക്കും. ഓക്കെ, രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു. രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും എന്താണ് ഈ പെർ ക്യാപിറ്റ ഇൻകം നമ്മളെ സഹായിക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എളുപ്പമുള്ളൊരു പോയിന്റ് അല്ലേ. അടുത്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ. ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അതായത് ഉൽപ്പാദനം പ്രൊഡക്ഷൻ കൂടുന്ന അനുസരിച്ച് എന്താണ് ഉൽപ്പാദന ഘടകങ്ങളായ നമുക്ക് കുറച്ച് ഭൂമിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ വീണ്ടും കൂടി വരുമ്പോൾ എന്താണ് ഭൂമിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരും അല്ലേ. ഭൂമി, തൊഴില്, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും കൂടി വരുന്നു. പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചിലവഴിക്കുന്നു. ഓക്കെ, ഉൽപാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. ദേ ഇവിടെ നൽകിയിട്ടുണ്ട്. വരുമാനം വർദ്ധിക്കുന്നു, ചെലവ് വർദ്ധിക്കുന്നു, ഉൽപാദനം വർദ്ധിക്കുമ്പോൾ എന്താണ് വരുമാനം കൂടുന്നു അല്ലേ. ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതലാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുമാനം കൂടും. അപ്പം എന്താണ് ചെലവും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കുന്നത്. എന്താ ഉൽപാദനം കൂടണമെങ്കിൽ എന്താണ് നമ്മൾ അതിനനുസരിച്ച് ചെലവും വർദ്ധിപ്പിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് ആണ് ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം അഥവാ മണി വാല്യൂ കണ്ടെത്തി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന്, ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വരുമാന രീതി. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് എന്തെന്ന് പറയുന്നത് വരുമാനം. ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി.
ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്താണ് പാട്ടം, പിന്നെ അതിൻ്റെ വേതനം, പിന്നെ അതിന് കിട്ടുന്ന പലിശ, ലാഭം, ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്ന സമ്പ്രദായത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഈ രീതിയിലൂടെ സാധ്യമാണ്. ഓക്കെ, അടുത്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി നാഷണൽ ഇൻകം കണക്കാക്കുന്നു. നമുക്കറിയാലേ, ചെലവെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഓരോ വ്യക്തികളും അതേപോലെ തന്നെ സ്ഥാപനം പിന്നെ ഗവൺമെന്റ് ഇവരൊക്കെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി എന്താണ് ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഇടുന്ന ഡെപ്പോസിറ്റും എന്താണ് ചെലവ് തന്നെയാണ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഉപഭോഗ ചെലവും അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചറും നിക്ഷേപ ചെലവ് അതായത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും സർക്കാർ ചെലവ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും കൂടിച്ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. ഉപഭോഗത്തിനുള്ള ചെലവും നിക്ഷേപിക്കുന്ന ചെലവും സർക്കാരിന്റെ ചെലവും എല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് ആകെ ചെലവ്, ടോട്ടൽ ചെലവ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലുള്ള പ്രയാസങ്ങൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലുള്ള സർക്കാർ ഏജൻസിയാണ് ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, PYQ, CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് ഇതെന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികളും ഇന്ത്യൻ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികൾ എന്താണ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയാണെങ്കിലും ഈ ശ്രമകരമായ കാര്യത്തിന് ഒട്ടേറെ പ്രായോഗികവും ആശയപരവുമായ പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിന്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിന്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കിലെടുക്കപ്പെടാം അല്ലെ. ഉൽപാദന പ്രക്രിയ വരുമ്പോൾ എന്താണ് നമ്മൾ ഒരേ സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരേ ഇതിന്റെ തന്നെ വീണ്ടും നമ്മൾ അതിന്റെ മൂല്യം പണമൂല്യം കണക്കാക്കപ്പെടാം അല്ലെ. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി എന്താണ് നാഷണൽ ഇൻകത്തിൽ പെടുത്തുന്നില്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു പോയിന്റ് ആണ്. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. അതായത് നമ്മൾ വീട്ടിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഒരു ചെറിയൊരു കൃഷിത്തോട്ടവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അത് നമുക്ക് മാത്രമാണല്ലേ, അതൊരിക്കലും രാജ്യത്തിലോട്ട് വരത്തില്ല. അപ്പം എന്താണ് അത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. നമ്മളിപ്പോൾ എവിടെയാണ് എന്തൊക്കെ ചെലവ് നടത്തുന്നതെന്ന് നമ്മൾ അങ്ങനെയൊന്നും കൃത്യമായിട്ട് സൂക്ഷിക്കാറില്ല. അതൊക്കെ എന്താണ് ഇതിന്റെ പോരായ്മകളാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. LGS തൊട്ട് അങ്ങ് ഡിഗ്രി ലെവൽ വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല നമ്മൾ പഠിച്ചല്ലേ. കാർഷിക മേഖല, വ്യവസായ മേഖല അല്ലെ സേവന മേഖല എന്നാണ് ഇതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. ഇന്ത്യയിലെ GDPയിലെ വിവിധ മേഖലകളുടെ വിഹിതത്തിന്റെ ശതമാനമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2015-16 കാലഘട്ടത്തിൽ എന്താണ് പ്രാഥമിക മേഖലയിൽ നിന്ന് 20.10% ലഭിച്ചത്. 2016-17 ആയപ്പം 20.35, 2017-18 ആയപ്പം അത് കുറയാണ് ചെയ്തത്, 19.56. ദ്വിതീയ മേഖല, തൃതീയ മേഖല അങ്ങനെ 3 മേഖലകളിലെ ശതമാന അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവനകളിൽ കാണുന്ന പുതിയ പ്രവണത സേവന മേഖലയെ വളർച്ചയെ സൂചിപ്പിക്കുന്നത് അല്ലേ. നമുക്കറിയാലേ കൃഷി പ്രാഥമിക മേഖല ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നിൽക്കുന്ന ഏതാണ് സേവന മേഖല, അതായത് തൃതീയ മേഖലയാണ് അല്ലേ. പ്രാഥമിക മേഖലയെ പിന്തള്ളി ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ദേശീയ വരുമാനത്തിലേക്ക് കൂടുതൽ വിഹിതം നൽകുന്നുണ്ട്. മറ്റു 2 മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൃതീയ മേഖലയുടെ വളർച്ച എത്രത്തോളമാണെന്ന് പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലേ.
തൃതീയ മേഖലയിൽ നല്ല ഉയർച്ചയുണ്ട് അല്ലേ. വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചതും ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റവും തൃതീയ മേഖലയുടെ വളർച്ചയെ സഹായിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടായതോടെ ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ജനങ്ങൾ കൂടുതൽ തയ്യാറാകുന്നുണ്ട്. അറിവധിഷ്ഠിത വ്യവസായങ്ങൾ വികസിച്ചതും തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഓക്കെ, അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച നമുക്കതെന്താന്ന് നോക്കാം. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം അഥവാ നോളജ് എക്കോണമി എന്ന തലത്തിൽ വളർന്ന് വികസിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവയ്ക്കാണ് അറിവ് സമ്പദ്ക്രമത്തിന്റെ അടിസ്ഥാനം. അറിവ് സമ്പദ്ക്രമത്തിൽ ഭൗതിക മൂലധനത്തിന്റെ ഉൽപാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. ഭൗതിക മൂലധനം കാണാൻ കഴിയാത്തത് എന്തെന്ന് പറഞ്ഞാൽ ആസ്തിയാണ് അഥവാ അസറ്റാണ്. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് ഭൗതിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. തൃതീയ മേഖലകളുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്നും വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരൊക്കെ ഈ മേഖലയിലാണ് പെടുന്നത്. അതായത് അറിവധിഷ്ഠിത മേഖലയിലാണ് സോഫ്റ്റ്വെയർ വിദഗ്ധരും നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവരൊക്കെ ഇതിലാണ് പെടുന്നത്. ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ അറിവധിഷ്ഠിത മേഖലയിലാണ് വരുന്നത്. അറിവധിഷ്ഠിത മേഖലകളുടെ വികാസത്തിന് സർക്കാർ മുൻഗണന നൽകാറുണ്ട്. കേരള ഗവൺമെന്റ് ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഇതിന് എക്സാമ്പിളാണ്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വികസനം നേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇനിയും ഈ രംഗത്ത് മുന്നേറുന്നതിന് ചില അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം നേടിയ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന മാനവ വിഭവം, വിപുലമായ ആഭ്യന്തര കമ്പോളം, ശക്തമായ സ്വകാര്യ മേഖല, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച. ഇന്ത്യക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന മാനവ വിഭവം, വിപുലമായ ആഭ്യന്തര കമ്പോളം, ശക്തമായ സ്വകാര്യ മേഖല, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച. ഓക്കെ, അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. കുറച്ച് പോയിന്റ്സ് അതിനകത്തുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറയാം. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത് അറിവധിഷ്ഠിത മേഖല. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം അഥവാ നോളജ് എക്കോണമി എന്ന തലത്തിൽ വളർന്നു വികസിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി IT അല്ലേ, എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിന്റെ അടിസ്ഥാനം. അറിവ് സമ്പദ്ക്രമത്തിന്റെ ഭൗതിക മൂലധനത്തിന്റെ ഉൽപാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. ഭൗതിക മൂലധനം കാണാൻ കഴിയാത്ത ആസ്തിയാണ്. സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് എന്തെന്ന് പറയുന്നത് ഭൗതിക മൂലധനം എന്ന് പറയുന്നത്. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് എന്തെന്ന് പറയുന്നത് ഭൗതിക മൂലധനം എന്ന് പറയുന്നത്. തൃതീയ മേഖലകളുടെ ഭാഗമായ അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധ അഭിപ്രായം നൽകുന്നവർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരൊക്കെ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ അറിവധിഷ്ഠിത മേഖലയിലാണ് പെടുന്നത്. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള ഗവൺമെന്റ് ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഒക്കെ ഈ അറിവധിഷ്ഠിത മേഖലയ്ക്ക് എക്സാമ്പിളാണ്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വികസനം നേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. NNP അഥവാ അറ്റ ദേശീയ ഉൽപ്പന്നം കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ? GNPയിൽ നിന്ന് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിനകത്ത് തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ്. ഇനി പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്താണ്? ദേശീയ വരുമാനത്തിനെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ്. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ എന്ന് പറയുന്നതാണ് പ്രതിശീർഷ വരുമാനം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്